പത്തനംതിട്ട റാന്നിയിലെ പെരുന്നാട് CITU പ്രവർത്തകൻ ജിതിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി വിഷ്ണു പിടിയിൽ. നൂറനാട് വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ആയുധങ്ങൾ സഹിതമാണ് പിടികൂടിയത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ചേരുന്നു. ശ്രീരാജ്, എപ്പോഴാണ് പിടികൂടിയത്? പകൽ നേരത്തും ആയുധങ്ങളുമായിട്ട് സഞ്ചരിക്കുകയായിരുന്നു ഇയാൾ. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സനീഷ്, അഖിൽ, ശരൺ, ആരോമൽ എന്നിവരെ ആദ്യം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതോടെ മറ്റ് 5 പേർ, 8 പ്രതികളുള്ളതിൽ ബാക്കി 5 പേരും ഒളിവിൽ പോയിരുന്നു. ഇവരെയാണ് ഇപ്പോൾ പിടികൂടിയത്. അതിൽ പ്രധാന പ്രതി വിഷ്ണു ഉൾപ്പെടെയുള്ളവരെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂട്ടുപ്രതികളെയും പിടികൂടിയെന്നും മനസ്സിലാക്കുന്നു. ഇവർ ഒളിവിൽ പോയിരുന്നു. അങ്ങനെ ഒളിവിൽ ഇരുന്ന സ്ഥലത്തെക്കുറിച്ച് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്നും ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെടുത്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. എന്തായാലും നിലവിൽ 8 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 3 പേരെ ആദ്യ സമയം തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ശരൺ, ആരോമൽ, വിഷ്ണു എന്നിവരെയായിരുന്നു. ശരൺ, ആരോമൽ അങ്ങനെ 3 പ്രതികളെയായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. ഇതോടെ മറ്റ് 5 പേരും ഒളിവിൽ പോയിരുന്നു. ആദ്യം മുതൽ തന്നെ CPIMന്റെ ഭാഗത്തു നിന്നും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്നും ഇതിനു മുന്നിൽ BJP RSS സംഘമാണെന്നും ആരോപണമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ BJPയുടെ തലയിൽ കെട്ടിവെക്കണ്ട എന്നും CPMന്റെ ഭാഗമായി നിൽക്കുന്നവരുൾപ്പെടെ ഈ കേസുകളിൽ പ്രതികളായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രതികരണവും വന്നിരുന്നു. എന്തായാലും നിലവിൽ ആ 3 പേരെയും കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ഇപ്പോൾ മറ്റുള്ള 5 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നന്ദി ശ്രീരാജ് വിവരങ്ങൾക്ക്.